ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ ആം സബ്സമിൽ. സോ ഗായ്സ്, ഇന്ന് നമ്മൾ പാർട്ട് 2 ആണ് ഗായ്സ്. ഊട്ടീൻ്റെ പാർട്ട് 2 ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. നമ്മളിത് അത്യാവശ്യം ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് പാർട്ട് 1 കണ്ടാൽ അറിയാം നമ്മളിതപ്പോൾ ഊട്ടിയിൽ എത്തിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഗായ്സ്. അപ്പോൾ നമ്മളിപ്പോൾ ഊട്ടിയിൽ ഇതപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഡെർബിഗിരി. ആ വീഡിയോ കണ്ടവർക്ക് എല്ലാം മനസ്സിലാവും. ഞാൻ അതിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗായ്സ്, അപ്പോൾ ആ വീഡിയോ കാണാതെ ഈ വീഡിയോ കാണണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അതിൽ പറഞ്ഞ കുറേ കാര്യങ്ങളൊന്നും ഇതിൽ മനസ്സിലാവില്ല കേട്ടോ ഗായ്സ്. അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഗായ്സ്. അപ്പോൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഗായ്സ്, അല്ലെങ്കിൽ ചാനലിൽ ഉണ്ട് കേട്ടോ ഗായ്സ്. എങ്ങനെയാണെങ്കിലും ഊട്ടി പാർട്ട് 1 എന്ന് പറഞ്ഞിട്ട് തമ്മിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗായ്സ്. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ്. ഒരു 6 മണിക്കൂറിൻ്റെ അടുത്തുള്ള യാത്രയാണ് കേട്ടോ ഗൈസ്. സത്യം പറയാലോ വട്ടേ, ഞാൻ അതൊക്കെ ആ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. എന്നാൽ ആ വീഡിയോ ഇനിയിപ്പോൾ കാണാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് പറയാം എന്നാ ഗൈസ്. സത്യം പറയാലോ ഭയങ്കര ഇതായിരുന്നു, എനിക്ക് പറ്റില്ല. ഫെടങ്ങാറായി. അത് മാത്രമല്ല ഗൈസ്, ഇനിയിപ്പോൾ നമ്മളിവിടെ എത്തി. ഇനിയിപ്പോൾ 2 ദിവസം സ്റ്റേ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ദിവസം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഗൈസ് ഫസ്റ്റത്തെ ദിവസം. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ബാക്കിയൊക്കെ ചെയ്യേണ്ടത് കേട്ടോ ഗൈസ്. ഇതിപ്പോൾ നമ്മളിവിടെ എത്തിയിട്ട് ഉണ്ട് കേട്ടോ ഗൈസ്. ഞാൻ സ്റ്റെബിലൈസേഷൻ മറ്റൊരു മോഡ് ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ് കേട്ടോ. പപ്പ അവിടെ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഹലോ. ഓക്കെ ഗൈസ്, ഉമ്മ മറയ്ക്കാൻ പറഞ്ഞു കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ്, ഉമ്മയും പോകുന്നുണ്ട്. എന്താണെന്നറിയില്ല ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പാർക്കിലോട്ട് വന്നു കേട്ടോ ഗൈസ്. വെറുതെ എന്താ കാര്യങ്ങൾ എന്നൊക്കെ നോക്കാൻ. പ്രത്യേകിച്ച് ഇതിലൊന്നും ഇല്ല കേട്ടോ ഗൈസ്. ബട്ട് ഞങ്ങൾ കണ്ട പോലെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. 12 years ബിലോ പാടില്ല എന്നാണ്. ഞാൻ 12 ആണ്. അപ്പോൾ ബിലോ എന്ന് പറയുമ്പോൾ അല്ല, 12 yearsൻ്റെ ബിലോ മാത്രമേ പാടുള്ളൂ എന്നുണ്ടോ. പാടില്ല എന്നല്ല, മാറിപ്പോയി ഗൈസ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് കണ്ടതിൻ്റെ പാർക്ക് കേട്ടോ. ഈ പാർക്കിൽ ഇനിയിപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ പാർക്ക്. അപ്പോൾ നമ്മളിതാ ഗൈസ്, ഇത് ചെറിയൊരു പ്രോബ്ലം കേട്ടോ. ഇത് കുറച്ച് നേരം ഉള്ളൂ ഗൈസ്. ഇതെന്തോ ഗ്ലിച്ച് അടിച്ചിരിക്കുകയാണോ അല്ലെങ്കിൽ എന്തോ ഒരു സംഭവം കേട്ടോ ഗൈസ്. അത് കുറച്ച് നേരം ഉള്ളൂ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ പാർക്ക്. സ്ലൈഡ് വളരെ കുറച്ച് സാധനങ്ങളുള്ളൂ. ഇതാണ് കേട്ടോ നമ്മുടെ റൂം. 1045 അല്ലെങ്കിൽ 1045 ഗൈസ്. ഇവിടെ റൂം കീ കാർഡ് ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് തുറക്കാൻ പറ്റില്ല. നമുക്ക് തുറക്കണമെങ്കിൽ ഉള്ളിലത്തെ ഒരാൾ തുറക്കണം കേട്ടോ ഗൈസ്. അല്ലെങ്കിൽ കാർഡ് വേണം പുറത്തുനിന്ന് തുറക്കണമെങ്കിൽ കേട്ടോ ഗൈസ്. നമുക്കിപ്പോൾ ഉള്ളിൽ ലാർജ് റൂമാണ് കേട്ടോ. ലാർജ് സ്മോള് അങ്ങനെ ഉണ്ട്. മീഡിയം ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് ലാർജ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇവിടെ പറയുമ്പോൾ ഒരു റൂം, 2 റൂം എന്ന് പറയാൻ പറ്റില്ല. ഒരു റൂമും പിന്നെ ആ റൂമിനായിട്ട് ചേർത്തിട്ടൊരു സംഭവം, ഒരു ഹാള് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറുതാണ്. എനിക്ക് റൂം കുറച്ചും കൂടി വലുതാവായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം ഉണ്ട് കേട്ടോ ഗൈസ്. കാരണം ഇത് റൂം അത്ര വലിയ റൂമല്ല. ലാർജ് എന്നൊക്കെ പറഞ്ഞിട്ടും അത്രയും വലിയ റൂമല്ല. ഇതിപ്പോൾ സ്മോൾ ആണെങ്കിൽ ഓക്കെ ആയിരുന്നു കേട്ടോ ഗൈസ്. ഈ റൂം ഇപ്പോൾ സ്മോൾ സൈസ് ആണ് എന്നാണെങ്കിൽ ഓക്കെ ആയിരുന്നു ഗൈസ്. ഇതിപ്പോൾ ഭയങ്കര കുറഞ്ഞ പോലെ തോന്നി. ബെഡൊക്കെ സുഖമുണ്ട് ഗൈസ്. ഇതാണ് ബാത്റൂം ഗൈസ്. ഇതാണ് ബാത്റൂം. കുഴപ്പമില്ല ഗൈസ്, ബാത്റൂമൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഗൈസ്, ഞാൻ ഉമ്മാൻ്റെ അടുത്ത് എല്ലാം എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഗൈസ്. കാരണം എനിക്ക് ആ ഒരു വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ ഫുള്ളൊരു ക്ഷീണം കേട്ടോ. അപ്പോൾ ഇതാണ് ഗൈസ് ബാത്റൂം. ഇത് പുതിയ ഫോണിലാണ് കേട്ടോ എടുക്കുന്നത്. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഗൈസ് വീഡിയോയിൽ. ഇത് പുതിയ ഫോണിൽ നിന്നാണ് എടുക്കുന്നത്. അതിൻ്റെ വീഡിയോ ക്ലാരിറ്റി ടെസ്റ്റ് ചെയ്യുന്ന അതിൻ്റെ റിവ്യൂ വരുന്നതാണ് കേട്ടോ ഗൈസ്. അത് ഞാനിതിൽ ഓൺ വോയിസ് ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ ഗൈസ്. അത് ഞാൻ ചിലപ്പോൾ വോയിസ് ഓവർ ആക്കും കേട്ടോ. ഇപ്പോൾ എല്ലാം മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ. അത് കണ്ട ചിലപ്പോൾ അത് ഓൺ വോയിസിലോട്ട് തന്നെ ബാക്കിലോട്ട് ആക്കാൻ ശ്രമിക്കാം കേട്ടോ ഗൈസ്. അതിൽ ഞാൻ എല്ലാം അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ മാക്സിമം കുറയും. ഇതിലൊരു മിനി ഫ്രിഡ്ജ് ഉണ്ട്, പ്ലേറ്റുകളുണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ ഈ 3 ദിവസം ഇപ്പം തന്നെ പറയുകയാണെങ്കിൽ 3 ദിവസവും സ്വിഗ്ഗിയിൽ നിന്നാണ് കേട്ടോ ഓർഡർ ചെയ്ത് കഴിച്ച്. ഫുൾ നോണാണ്, വെജൊന്നും കഴിച്ചില്ല. വരുന്ന സമയം മാത്രം വെജ് കഴിച്ചിട്ടോ. അല്ലെങ്കിൽ കാറിൽ എന്തോ
വൊമിറ്റിംഗ് ടെൻഡൻസി കൂടുന്നു പറഞ്ഞു. ഞാനിവിടെ മെനു കാർഡ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗായ്സ് നിങ്ങൾ എനിക്കിപ്പോഴും മറ്റേ ഇതിൻ്റെ ഒരു ക്ഷീണം നല്ല ഉണ്ടായിരുന്നു. റൂമിൽ ഒന്ന് കടന്നപ്പോഴൊക്കെയാണ് ഒന്ന് ശരിയായത് കേട്ടോ ഗൈസ്. സത്യം പറഞ്ഞാൽ ഭയങ്കര ഇടങ്ങാറാണ്. നിങ്ങൾ വിചാരിക്കണ പോലെയല്ല കേട്ടോ ഗൈസ്, അത് നല്ല ഇടങ്ങാറാണ്. അപ്പോൾ ഗായ്സ് എല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ചെറിയ സപ്പോർട്ടൊക്കെ തന്നാൽ ഗൈസ് നമുക്കൊരു എനർജി കിട്ടും കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, ലൈക്കും ചെയ്യട്ടോ. അപ്പോൾ ഇതാണ് റൂം കേട്ടോ ഗൈസ്. ഇത്ര തന്നെയുള്ളൂ റൂം. ഇത് സ്മോൾ ആണെങ്കിലും ഒരു റൂമും കൂടി എക്സ്ട്രാ കൊടുത്താണെങ്കിൽ ഇതേപോലത്തെ ഒരു റൂം കൂടി എക്സ്ട്രാ കൊടുത്ത് തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടെ നിന്നാണ് ഓൺ വോയിസ് ഗൈസ്. നേച്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ ക്ലബ് മഹീന്ദ്രൻ്റെ തന്നെയാണ് ഗൈസ് ഇതുള്ളത് ഗൈസ്. ഞാൻ ഇപ്പോൾ ഇതാ നമ്മുടെ റിസോർട്ട് ഏറ്റവും താഴെ കേട്ടോ ഗൈസ്, നമുക്ക് അവിടെ കിട്ടി ഗൈസ്. നമ്മളിപ്പോൾ അത്യാവശ്യം മുകളിലാണ്, ഇനിയും മുകളിലുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് ഗൈസ്. അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം ഗൈസ്. സ്റ്റെബിലൈസേഷൻ ഓൺ ആക്കണം എന്നുണ്ട് ഗൈസ്. നിങ്ങൾക്കിപ്പോൾ സ്റ്റെബിലൈസേഷൻ അൾട്രാ സ്റ്റെബിലൈസേഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല അനഘാത കിട്ടും ഗൈസ്. പക്ഷേ പ്രശ്നം 1080pയിലാട്ടോ ഗൈസ് എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ 4K എടുക്കണേ, അതുകൊണ്ടാണ് ഗൈസ് ഞാൻ മാറ്റാത്തത് ഗൈസ്. ഇതാണ് നമ്മൾ ഷോർട്സ് ഇനി വരാൻ പോകണുള്ളൂ ഇതിൻ്റെ റിവ്യൂസ്. ഇതൊരു പുതിയ ഫോണാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളത്, വിവോ T4 എന്ന് പറഞ്ഞിട്ട് ഈ ഫോണിൻ്റെ പേര്. നല്ല തണുപ്പുണ്ട് ഗൈസ്. ഞാനിപ്പോൾ ഒരു ഷർട്ട്, ഒരു ഫുൾ കൈൻ്റെ ഒരു ഷർട്ട്, പിന്നെ ഒരു ജാക്കറ്റ്, ഇത്രയൊക്കെ ഇട്ടിട്ടും സ്റ്റിൽ നല്ല തണുപ്പാട്ട് കൂട്ടിയില്ല ഗൈസ്. നിങ്ങൾ വിചാരിച്ച പോലെയല്ല. ഇവിടെ എന്താ പരിപാടി? മാസീവ് റൈറ്റ്. ഇനിയും മോളിക്കുന്നുണ്ട് ഗൈസ്. ഇവിടെ എന്താ പരിപാടി നോക്കട്ടെ. ഇവിടെ ഗൈസ് വീഡിയോൻ്റെ കുറച്ച് സംഭവങ്ങളാണ്. അല്ല, വീഡിയോ ഇങ്ങനെ ഗൈസ് ഇരിക്കുക, എന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുക, അല്ലെങ്കിൽ ഇവിടെ നിന്ന് സംസാരിക്കുക, ചായ കുടിക്കുക. ഇനി അവിടെ എന്തോ ഒരു സംഭവം കൂടി ഉണ്ട്, നമുക്ക് അതും കൂടി നോക്കാം ഗൈസ്. ഇവിടെ മൊത്തം കാക്കൻ്റെ ഒച്ചയുണ്ട്. ഓ ഗൈസ്, ഇവിടെ എന്താ സംഭവം? ഇവിടെ എന്താ സംഭവം എന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഗൈസ്. രാത്രി ആകുമ്പോൾ ലൈറ്റൊക്കെ കത്തും. ഓ, അത് അലൗഡല്ല ഗൈസ്. അതിന് ഏറ്റവും മുകളിൽ കയറിയിട്ട് എല്ലാ വ്യൂവും കൂടി എടുക്കുന്ന സ്ഥലമാണ് കേട്ടോ ഗൈസ്. തണുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയാനൊന്നും കിട്ടില്ല, അത്രയും നല്ല തണുപ്പാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ഈ പുതിയ ഫോണിൻ്റെ ക്ലാരിറ്റി ഗൈസ്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഗൈസ്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. 50 MP ക്യാമറ ബാക്കിൽ iOS ആണ് കേട്ടോ ഗൈസ്. ഇതുണ്ടോ ഇവിടെ ട്രാംപ്ലിൻ ഞാൻ നേരത്തെ കാണിച്ച സ്ഥലം ഇവിടെയാണ് ഗൈസ്. പിന്നെ അതിൻ്റെ അപ്പുറം ചെറിയ പാർക്ക്, അവിടെയാണ് മെയിൻ ഒരു റിസോർട്ടല്ല, ഏറ്റവും മെയിൻ ഒരു സ്ഥലം ഉണ്ടല്ലോ നമ്മൾ കയറുന്നതൊക്കെ. പിന്നെ ഗൈസ് എനിക്ക് അൾട്രാ സ്റ്റെബിലൈസേഷൻ ഓൺ ആക്കണം എന്നുണ്ട്, പക്ഷേ അത് പറ്റില്ല ഗൈസ്. എനിക്ക് 4K എടുക്കണം. പിന്നെ ഗൈസ് ഇവിടെ മിനി ഫൺ ഗെയിംസ് ഉണ്ട്, കുറച്ച് ചാർജബിളാണ്, ചിലത് ഫ്രീ ആണ് കേട്ടോ ഗൈസ്. ഇനി ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ളത് ഗൈസ്. ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു 30 minutes ആവാറായി ഉണ്ടാവും ഗൈസ് നമ്മളിവിടെ എത്തിയിട്ട്. ഇവിടെ കുറച്ച് ബോർഡ് ഗെയിംസ് ഉണ്ട്, പിന്നെ കുറച്ചധികം ഗെയിംസൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അതായത് കുറച്ച് ചാർജബിളാണ്. ഞാനിപ്പോൾ അവരൊക്കെ ഇപ്പോൾ റൂമിൽ എത്തിയിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഗൈസ്. നമ്മളിത് കുറേ വീഡിയോ ഇടും ഗൈസ്, കാരണം നമ്മളിനി ഇവിടെ 2 ദിവസം ഉണ്ട്. ഇത് ഫസ്റ്റ് ഡേ ആണ് ഗൈസ്, കാരണം സ്കൂളൊക്കെ ലീവാണല്ലോ. കുറേ ഗൈസ് ടൂർ പോയിട്ട്. അപ്പോൾ നമ്മളും ഗൈസ് അത്യാവശ്യം സ്റ്റെബിലൈസേഷൻ അത് ഓണാക്കാതെ തന്നെ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഓണാക്കി കഴിഞ്ഞാൽ അതിലേറെ എന്തായാലും ഉണ്ടാവും. നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഈ ഫോണിൻ്റെ ഫുൾ ടെസ്റ്റിംഗ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഈ ഫോണിൻ്റെ ഫുൾ ടെസ്റ്റിംഗ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഞാൻ ഒന്നും കൂടി പറഞ്ഞെന്നുള്ളൂ,
ഇതാണ് ആ മിനി ഗെയിംസിൻ്റെ സ്ഥലം. നമ്മൾ റിസോർട്ട് എവിടെയോ കാണിച്ചിട്ട് ഗൈസ്. ഇത് മിനി ഗെയിംസ് ഇപ്പോൾ അവരൊക്കെ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം കേട്ടോ. അവിടെ ജസ്റ്റ് ഇതേപോലെ കുറച്ച് റിസോർട്ട്സ് ആണ്. അപ്പോൾ ഗൈസ് ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ ഏകദേശം വ്യൂകളൊക്കെ. അത്യാവശ്യം ഗൈസ് നല്ല തണുപ്പുണ്ട് ഗൈസ്. ഞാൻ ജാക്കറ്റ് പറഞ്ഞാൽ നമ്മൾ വലിയ സ്ഥലത്തേക്ക് പോകുന്ന ജാക്കറ്റ് ഒന്നുമല്ല, എൻ്റെ കയ്യിലുള്ള ചെറിയ ചെറിയ ജാക്കറ്റ്സ് ആണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. ഗൈസ് ഈ ഫോണിൻ്റെ ക്ലാരിറ്റി എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് പറയൂ കേട്ടോ ഗൈസ്. റേറ്റ് ഇറ്റ് ഔട്ട് ഓഫ് 10. ഇവിടെ ഒരു സ്ഥലമുണ്ട്, ഇവിടെ റിസോർട്ടുകളാണ് കേട്ടോ ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് പ്ലേ ഗ്രൗണ്ടിൻ്റെ അടുക്ക് പോവാം. യോ ഗൈസ്, അപ്പോൾ ഗൈസ് ഇനി ഞാൻ പ്ലേ ഗ്രൗണ്ട് ഇതാ ഗൈസ് നമ്മുടെ ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് പ്ലേ ഗ്രൗണ്ടിൽ പോകണ്ട, നമുക്ക് നേരെ കാണിച്ചു തരാം. വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഇതാ ഇവിടെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ മെയിൻ റിസോർട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് മെയിൻ റിസോർട്ടല്ല, നമ്മൾ വരുമ്പോൾ വെൽക്കം ചെയ്യണതുണ്ട് ഗൈസ്. വെൽക്കം ചെയ്യണതിൻ്റെ നേരെ ഗൈസ് മൊത്തം 89 റൂംസ് ഉണ്ട് കേട്ടോ. 89 റൂംസിൽ ഞങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റത്തെ കിട്ടിയത് ഗൈസ് അതാ ഗൈസ്. പിന്നുള്ളതൊക്കെ ചെറിയ ചെറിയ റൂംസ് ആട്ടോ. റൂമിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായി കാണിച്ചു തരാം കേട്ടോ. ഗൈസ് ഇതിവിടെ അത്യാവശ്യം കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് ഗൈസ്. ഞങ്ങളത് ഇങ്ങനെ വരാൻ പറ്റില്ല, നമുക്ക് ക്ലബ് മഹീന്ദ്രയിലെ ഒരു പാക്കേജ് എടുത്തിട്ട് മാത്രമേ വരാൻ പറ്റുള്ളൂ. 5 ഇയർ പാക്കേജ് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് ഇതേപോലെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഇവിടെ ഇരിക്കാം, ഒരു ഫോട്ടോൻ്റെ ഒരു ഇതാണ് കേട്ടോ ഗൈസ്. നമ്മൾ ഫസ്റ്റ് പോയത് എങ്ങോട്ടായിരുന്നു എന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഗൈസ്. എനിക്ക് ഓർമ്മയുടെ തൊട്ട് പേര് മറന്നു. ഇത് അവിടെ കുറേ കാറുകൾ പാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ എന്താ സംഭവം ഞാൻ പോയിട്ട് നോക്കിയില്ല, നമുക്ക് പോയി നോക്കാം ഗൈസ്. ഇവിടെ ജസ്റ്റ് ചെറിയ സെറ്റപ്പ്, കാർ പാർക്കിങ്ങിനൊന്നല്ല, ഇങ്ങനെ നിന്ന് വ്യൂ കാണാൻ കേട്ടോ ഗൈസ്. എനിക്ക് അത്യാവശ്യം ക്യാമറൻ്റെ ക്വാളിറ്റി ഓക്കെ ആയിട്ട് തോന്നി. 4K 60 FPS ആണെങ്കിൽ സെറ്റ് ആയിരുന്നു ഗൈസ്. പിന്നെ ഈ ഒരു ഫോൺ ബഡ്ജറ്റ് റേഞ്ചിൽ ഗൈസ് വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ടല്ലോ അതിൽ പറയാം കേട്ടോ ഗൈസ്. ആ ഒരു പ്രൈസിന് ഇത് കിട്ടണമെങ്കിൽ അത് വലിയൊരു കാര്യം കേട്ടോ ഗൈസ്. ഇതാ ഇവിടെ നമ്മളിത് എങ്ങനെ കാണുന്ന പോലെ തന്നെയാണ്. എനിക്കത് കണ്ടാൽ മനസ്സിലാവില്ല, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എവിടെയും കുറേ പാർക്കിംഗ് സ്ലോട്ട്സ് കുറേ അവിടെ ഉണ്ട് കേട്ടോ ഗൈസ്, ചെറുതൊന്നുമല്ല ഗൈസ്. ഇത് കണ്ടോ ഇവിടെ കുറേ ഫ്ലവേഴ്സും പിന്നെ ഒരു വലിയ ചെസ്സിൻ്റെ ഒരു വലിയ ഇതുണ്ട് കേട്ടോ ഗൈസ്. ചെസ്സിൻ്റെ ഒരു ബട്ട വേർഷൻ ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ സ്ഥലത്തേക്ക് ഞാൻ പോയി നോക്കിയിട്ടില്ല ഗൈസ്. അത് പറഞ്ഞാൽ ഞാൻ എവിടെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് മോളിൽ കയറി നിങ്ങൾക്ക് കാണിച്ചൊന്ന് തിരിച്ച ആ ഒരു സ്ഥലം. ഇവിടെയൊക്കെ എന്താണ് റിസോർട്ടുകൾ തന്നെയാണോ? ഇവിടെ ഫുള്ള് റിസോർട്ട്സ് ആട്ടോ. മൊത്തം 89 റൂംസ് ഉണ്ട്. ഇതാണ് റൂംസിൻ്റെ ഈ സ്ഥലത്തിലെ ഗൈസ്. സത്യം പറയാൻ നിങ്ങളൊക്കെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ കുറച്ച് ജാക്കറ്റ്സ് എടുത്തു കേട്ടോ, നല്ല തണുപ്പുണ്ട് ഗൈസ്. മഞ്ഞില്ല എന്നുള്ളൂ, എനിക്ക് തോന്നുന്നു ഒരു 15 to 10 സെൽഷ്യസിൻ്റെ ആ ഒരു റേഞ്ചിലാണ് കേട്ടോ. ശരിക്കും പറയാമല്ലോ അതിൻ്റെ അപ്പുറം തോന്നുന്നുണ്ട്. ബട്ട് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അത്രേ കിട്ടി. 10 to 15 ആ ഒരു റേഞ്ചിലാണ് പോണത് ഗൈസ്. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഗൈസ് നോക്കിയിരിക്കുന്നത്, ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ക്ലബ് മഹീന്ദ്രയിൽ നിങ്ങൾ ഇതിന് മുമ്പ് വന്നിട്ടുണ്ടോയെന്ന് അറിയില്ല. നമ്മളിൻ്റെ നേരെ ഇങ്ങോട്ട് പോകണം ഗൈസ്. പറഞ്ഞ പോലെ നമുക്ക് ലാസ്റ്റത്തെ റൂം കിട്ടി. റൂം നമ്പർ അറിയുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഗൈസ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല ആവശ്യം ഉണ്ടായിരുന്നു. ഓൺ വോയിസ് സാധാരണ എടുക്കാറില്ല ഗൈസ്, അതുകൊണ്ടാണ് പിന്നെ മൈക്ക് ഞാൻ എടുക്കാൻ മറന്നും ചെയ്തു. കാരണം എൻ്റെ പഴയ ഫോണിൽ, പഴയത് പറഞ്ഞാൽ അത് അത്രയൊന്നും ആയിട്ടില്ല, ആ ഫോണിന് മൈക്ക് കണക്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഉമ്മാൻ്റെയിലായിരുന്നു, കാരണം ഉമ്മാൻ്റെ ക്ലാരിറ്റിയും കൂടുതലാണ്. അപ്പോൾ ഗൈസ് ഈ ഫോണ് 4K പോകും, അത് 1080p 30 FPS ഉള്ളൂ. ഇത് 4K 30 FPS അല്ലെങ്കിൽ 1080p 30 or 60 FPS വരെ പോകും കേട്ടോ.
ഗൈസ് ഇനി ഇതിൻ്റെ മുകളിൽ കയറണം. അതാണ് ഗൈസ്, നമുക്ക് താഴേക്ക് വന്നു നമ്മൾ നേരത്തെ, പിന്നെ മുകളിലേക്ക് വന്നു. ഇതിൽ തന്നെയുള്ള ഒരു ഫീച്ചറാണ് വോയിസ് എൻഹാൻസ് ചെയ്യുക. ഇതെന്താ സംഭവം എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഇതൊക്കെ നമ്മൾ ആ വീഡിയോ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇറ്റ്സ് വെരി കോൾഡ് ഹിയർ ഗൈസ്. ഇത് കൂടെ പോവാ, അയിക്കോടെയും പോവാം. നമുക്ക് ഇത് കൂടെ പോവാം. ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ ഗൈസ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ. നമ്മുടെ റൂം ഇതാണ് കേട്ടോ. സോ ഗായ്സ് വി ആർ ബാക്ക് ടു ഓൺ വോയിസ്. അപ്പോൾ ഗായ്സ് ഇതാ നമ്മളിപ്പോൾ ഇത്ര നേരം ഓൺ വോയിസ് നമ്മൾ ബാക്കിയെല്ലാം ആദ്യം മൂലം മ്യൂട്ട് ചെയ്യേണ്ടി വരുന്നു കേട്ടോ ഗൈസ്. ആ ഒരു കുറച്ച് പണിയായിരുന്നു, കുഴപ്പമില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടില്ല ഗൈസ്. ഇതാ നമ്മളിപ്പോൾ പാൽ പൊടിയും പിന്നെ ബൂസ്റ്റും എല്ലാം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങളിപ്പോൾ ഓൺ വോയിസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു ഗൈസ്. അത് പറഞ്ഞാൽ അപ്പോഴത്തെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് എനിക്ക് നല്ല പറയാൻ പറ്റും. ഇത് നമ്മൾ ഇവിടെ വന്നിട്ട് പറയണതുകൊണ്ട് ഒരു കുഴപ്പമുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ റിസോർട്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിതിപ്പോൾ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. നമ്മളിപ്പോൾ താഴേക്ക് ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റെപ്പാണ് കേട്ടോ. ഞാൻ വഴിയൊക്കെ ഓൺ വോയിസ് അല്ലാതെ വോയിസിൽ പറയുമ്പോൾ, ഓൺ വോയിസ് പറയുമ്പോൾ സോ ഗൈസ് മാറിപ്പോയി. ഓൺ വോയിസിൽ പറഞ്ഞിട്ടുണ്ട്, വോയിസ് ഓവറിലാണ് നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുക കേട്ടോ. നമ്മൾ മൊത്തം വഴിയും ഇപ്പോൾ കാണിച്ചിട്ടുണ്ട് ഓൺ വോയിസിൽ. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇതേപോലെ നമ്മളിപ്പോൾ ഒരു പാർക്കിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അർസാനിക്ക് കളിക്കാൻ പോലെയുള്ള ബോൾസ്, അങ്ങനെ ചെറിയ, ഇത് പാർക്കല്ല, അവിടെ ഒരു ആക്ടിവിറ്റി സെൻറ്റർ എന്നൊക്കെ പറയും. ഞാനിവിടെ വന്നിട്ട് ഗൈസ് തണുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി തണുപ്പായിരുന്നു കേട്ടോ. സെറ്റായിരുന്നു. തണുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ വിഷയം തണുപ്പ്, നല്ല സുഖമാണ് കേട്ടോ. തണുക്കുക പറഞ്ഞാൽ ഇടയ്ക്ക് രാവിലെയൊക്കെ ഇങ്ങനെ എണീറ്റ് പോയാൽ കിട്ടുകിട്ടാന്ന് വിറയ്ക്കും കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിത് മൊത്തം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഡേ ആണ് കേട്ടോ നമ്മൾ വന്നിട്ട്. ഇനി ഒരു ദിവസം ഇവിടെ സ്റ്റേ ഉണ്ട്, പിറ്റേ ദിവസം നമ്മൾ പോവും. രാവിലെ മുതലുള്ളത് ഞാൻ പാർട്ടായിട്ട് എടുത്തിട്ടുണ്ട് ഗൈസ്. ചിലരിവിടെ 10 ദിവസമൊക്കെ നിൽക്കാൻ വന്നിട്ടിരുന്നു. നമ്മൾ 2 ദിവസം സ്റ്റേ ആണ്. അപ്പോൾ അവർക്കൊക്കെ ഇത് എല്ലാം എൻജോയ് ചെയ്യാം കേട്ടോ. നമുക്ക് പറഞ്ഞാൽ 2 ദിവസമാണ്, ബട്ട് സ്റ്റിൽ ഓക്കെ കേട്ടോ. ഞാനെന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാനല്ല ഗൈസ്, പെടുന്നുണ്ട്, മാറിപ്പോയതാണ്. ചിലത് ഇങ്ങനെ ആയിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ എന്തൊരു ഗ്ലിച്ചാ, അങ്ങനെ എന്തൊരു സംഭവം കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ഞാനും പപ്പയും കൂടി ക്യാരം കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആരാ ജയിച്ചതെന്ന് ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ. ഞാൻ തന്നെയാണ് കേട്ടോ ജയിച്ചത് ഗൈസ്. വെല്ലുവിളിച്ച് ഞാൻ ജയിച്ചു ഗൈസ്. ശരിക്കും ഞാൻ തോക്കാൻ വേണ്ടി പോയതായിരുന്നു, പിന്നെ അങ്ങനെയൊക്കെയോ ജസ്റ്റ് മിസ്സിൽ ജയിച്ചു എന്നൊക്കെ പറയാം കേട്ടോ ഗൈസ്. ഇവിടെ കുറേ ഇതിനൊക്കെ ചിലതൊക്കെ പെയ്ഡ് ഗെയിംസ് ആണ് കേട്ടോ. പെയ്ഡ് ഗെയിംസിൽ അർജാനിൽ കുറച്ചൊക്കെ ഇരുന്നു കേട്ടോ, കളിച്ചു. കുറച്ചൊക്കെ പേ ചെയ്തിട്ട് തന്നെ കളിച്ചു കേട്ടോ ഗൈസ്. അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഫുള്ള് കാണാൻ ശ്രമിക്കുക ഗൈസ്. അത് ഭയങ്കര ഉപകാരമായിരിക്കും കേട്ടോ. ഫുള്ള് കാണുന്നതാണ് നല്ലത് ഗൈസ്. അപ്പോഴാണ് നിങ്ങൾക്ക് ഇനിയിപ്പോൾ പാർട്ട് 3 വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവണമെങ്കിൽ ഇത് ഒന്ന് ഫുൾ പാർട്ട് കാണണം കേട്ടോ ഗൈസ്. ഇതിപ്പോൾ ഇവിടെ ഗെയിം ഉണ്ട് കേട്ടോ, സ്നേക്ക് ആൻഡ് ലാഡർ. അതിൻ്റെ അപ്പുറത്ത് ചെസ്സ്. അപ്പോൾ അർജു അത് കളിക്കണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ കുറേ കണ്ടിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇത് കുറേ കളിച്ച് നോക്കിയിട്ടുണ്ട്. ഇത് പിന്നെ എല്ലാവർക്കും അറിയണ എക്സ് ആണ് കേട്ടോ ഗൈസ്. ഞാനതൊക്കെ ഒന്ന് നോക്കി, ഒരുപാടൊന്നും കളിച്ചില്ല കേട്ടോ. ഞാൻ മെയിനായിട്ട് ക്യാരംസ് കളിച്ചു കേട്ടോ ഗൈസ്.
ഞാൻ അങ്ങനെ നോക്കുകയാണ് ഗൈസ്. അങ്ങനെയാ ജയിക്കുക. എൻ്റെ ജീനിയസ് ട്രിക്ക് എടുത്തുകൊണ്ടിരിക്കുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ ജയിച്ചിരിക്കുന്നു. ഇത് ഒരു അടിപൊളി സാധനമാണ്. ഇത് എങ്ങനെ കളിക്കുകയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാട്ടോ. ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഗൈസ്. ഇതാ ഇപ്പം തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. ശരിക്കും ഇത് അത്യാവശ്യം ഇവിടെ 1 മണിക്കൂറിൻ്റെ അടുത്ത് നിന്നു കേട്ടോ കളിച്ചിട്ട്. അർദാനിക്ക് നല്ല ബോറടിക്കണ്ടായിരുന്നു എന്നൊക്കെ വന്നിട്ട് പറയണ്ടായിരുന്നു. കാരണം അവരിങ്ങനെ വെറുതെ കളിച്ചോണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് പിന്നെ അറിയാം എന്താ കളിയെന്ന്. ഗൈസ് ഇവിടെയും കുറച്ച് കളികളുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ ഫൺ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതാണ് വീക്ക്ലി കലണ്ടർ, ബേർഡ് വാച്ചിങ്. അതിപ്പോൾ എന്തോ നിർത്തി വെച്ചു കേട്ടോ ഗൈസ്. വേറെ കുറേ സംഭവങ്ങളുണ്ട്. Please come here. Come, you have to sit and watch. Yes. And you both are not a kids. So you know 7 table, 7 multiples also you need to clap. 7 multiples also you need to clap. 7, 14, 21 also you need to clap. And 7 numbers also you need to clap. Okay? അത് ടഫാണ്. Understood? Till 71 you know. This is final game. Okay, unfortunately I'm not giving a try. Number 1 ma'am. Say number 1. ഇതൊക്കെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ. പെട്ടെന്ന് മിക്ക നിർത്തി വെച്ചിരിക്കുകയാണ്. 7. ഒറിജിനൽ റൈഫിൾ വെച്ചിട്ട്. അപ്പോൾ ഗൈസ് ഇവിടെ നിന്നിപ്പോൾ ഓണാകാൻ തുടങ്ങി, 14. കളി തുടങ്ങണം. അപ്പോൾ നിങ്ങളൊന്ന് വാച്ച് ചെയ്യും. 17. 18. Clap for please. Can I have a seat? അപ്പോൾ ഗൈസ് ഇത് നമ്മൾ മറ്റേ ഡാൻസ് മറ്റേ പാട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഡാൻസ് കളിയിൽ നിർത്തണം. അതേപോലെ നിൽക്കണം കേട്ടോ ഗൈസ്. ഇതിൽ ഞാൻ ഫസ്റ്റ് എന്നെ ഔട്ടായെന്നാണെങ്കിലും പറയാം കേട്ടോ ഗൈസ്. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അത് ഇങ്ങനെ കൗണ്ടെന്ന് ഗൈസ്. ചിരിക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യം എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഗൈസ്. അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു ചിരിച്ചാൽ കുഴപ്പമില്ല, അനകാൻ മാത്രം പാടില്ല എന്ന് ഗൈസ്. അർസു ഇതിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ ഗൈസ്. അടിപൊളിയായിട്ട് എന്താണ് ഇതൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഇതൊക്കെ കളിക്കുമ്പോൾ നമ്മളിങ്ങനെ ഡാൻസ് കളിച്ചാൽ മാത്രം മതി. പാട്ട് എനിക്ക് ഇടാൻ പറ്റില്ല ഗൈസ്. കോപ്പിറൈറ്റ് അങ്ങോട്ട് വീണ് മുഖത്ത് വന്ന് അങ്ങോട്ട് അടിച്ച പോലെയാവും. അതുകൊണ്ട് ഞാൻ പാട്ട് മാത്രം ഇടുന്നില്ല ഗൈസ്. എനിക്കിനി പണി വരാൻ വയ്യ. 2 വട്ടം വന്നു കേട്ടോ. അതുകൊണ്ടാണ് പാട്ട് ഞാൻ ഇടുന്നില്ല. ഫസ്റ്റിന് ചില റൗണ്ടിൽ ഔട്ടായിട്ടാവും. അപ്പോൾ ഞാൻ ഫസ്റ്റല്ല ഔട്ടായത്. ഇതിപ്പോൾ വന്നിട്ട് ഞാൻ 2 ആഴ്ചൻ്റെ അടുത്തായിട്ടോ. അതുകൊണ്ടാണ് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മളെ നിർത്തി ചിരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഇതിൽ വിന്നർ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ടഫുള്ള കാര്യം കേട്ടോ ഗൈസ്. അത് അവൻ നീങ്ങി ഗൈസ്. അത് നിങ്ങൾ കണ്ട ഗൈസ്? അവൻ നീങ്ങി, ബട്ട് ശ്രദ്ധിച്ചില്ല കേട്ടോ. ഈ വീഡിയോ എടുത്ത് നന്നായി. എനിക്ക് അറിയണ്ടായിരുന്നില്ലേ, ഞാൻ ഇപ്പോഴാണ് അറിയണേ. ഓക്കെ, അപ്പം അതിങ്ങനെ ചോദിക്കും കൈതാ നമ്മൾ. അതുപോലെ അർജുൻ നോക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അർജുനെ പിടിക്കാമെന്നൊന്നും നമുക്കറിയില്ല. ഞാൻ ഒന്നും പറഞ്ഞിരുന്നില്ല. ഞങ്ങളുടെ ആ ഒരു ക്യൂരിയോസിറ്റി ഗൈസ്. എന്നെയാണ് ഇനി വരാൻ പോണത് ഗൈസ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചിരി വരുന്നുണ്ടോ ഗൈസ്. ഞാൻ താഴേക്കാണ് നോക്കിയിരിക്കുന്നത്. അപ്പോൾ ചിരിക്കാൻ പാടില്ല എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഞാൻ അനക്കിയൊന്നുമില്ല, ബട്ട് ചിരിച്ചു കേട്ടോ ഗൈസ്. ഇതിലല്ല ഞാൻ ചിരിച്ചത് ഇതിലൊന്നും അല്ല ഗൈസ്. ചിരിക്കാൻ പാടില്ല, ഔട്ട് പറഞ്ഞു കേട്ടോ ഗൈസ്. ചിരിക്കാൻ പാടില്ല എന്നുള്ള കാര്യം എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു ഗൈസ്. അർജുക്ക് കാര്യങ്ങൾ അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഗൈസ് ഒന്നും കൂടി അവൻ ഇതാക്കി. എന്താണ്, ഒരാൾ ശരിക്കും ഔട്ടായി പറഞ്ഞു കേട്ടോ. ഓഡിയൻസിൽ ഒരാൾ ഔട്ടായി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവന് ശരിക്കും ഔട്ടായിന്ന് ആളല്ല പറഞ്ഞത്. ഓഡിയൻസിൽ ഒരാൾ തന്നെ പറഞ്ഞപ്പോൾ പിന്നെ അപ്പോൾ കൂട്ടില്ല എന്ന് എല്ലാവരും പറഞ്ഞു, വേറെ ആൾക്കാർ കേട്ടോ. അത് ശരിക്കും അവൻ്റെയും തെറ്റത്. ഞാനും കണ്ടപ്പോൾ എനിക്കും തോന്നി. ഞാൻ അങ്ങനെ സെക്കൻഡിൽ തന്നെ ഔട്ടായി ഗൈസ്. ഇതിൽ വിന്നർ എന്തായാലും ഒരു ലെജൻഡ് തന്നെയാണ് കേട്ടോ ഗൈസ്.
ഗൈസ് അർസു പിന്നെ വലിയ മൂവ്സ് ഇടുന്നില്ല കേട്ടോ, അതുകൊണ്ട് അർസാനിക്ക് വലിയ കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ ഇത് ഭയങ്കര രസമുള്ള ഗെയിമായിരുന്നു കേട്ടോ. കുറേ ഗെയിമുണ്ട് നിങ്ങളിപ്പോൾ കണ്ടുപോലെ ക്ലാപ്പ് അടിക്കുക, ദോശ ചുടുക ഗൈസ്. അതിൽ ഞാൻ എന്തായാലും ഫസ്റ്റ് ഔട്ടായില്ല, സെക്കൻഡ് ഔട്ടായിട്ടോ. കാരണം എനിക്ക് ചിരിക്കാൻ പാടില്ല എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. ഞാൻ അങ്ങനെ പല്ലൊന്നുമില്ല, വെറുതെ ഇങ്ങനെ ആക്കിയപ്പോഴേക്കും ആൾ മാറ്റിപ്പിച്ചു കേട്ടോ ഗൈസ്. ഗൈസ് അതാ ഇതിപ്പോൾ അടുത്തത് കേട്ടോ, അർജൻ്റെ അടുത്താണ്. അർജു ചിരിച്ചു 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 തോറ്റു തോറ്റു ഇല്ല കേട്ടോ ഗൈസ്, അവൻ പിടിച്ചു നിന്നു. ഞാൻ അടുത്തുള്ളൂ കേട്ടോ, അവൻ ഈ റൗണ്ടിലും പിടിച്ച് നിൽക്കും തോന്നുന്നു. പിടിച്ച് നിന്നില്ല, അല്ല പിടിച്ചു നിന്നു ഗൈസ്. ഞാൻ അടുത്ത ആളിലോട്ടോ ഇട്ടിട്ടോ. അപ്പോൾ അവൻ ഈ റൗണ്ടും കൂടി പിടിച്ചു നിന്നിട്ടുണ്ട് ഗൈസ്. അവൻ എപ്പോഴാണ് തോക്കുമെന്ന് നമുക്ക് പറയാം കേട്ടോ. അർസാൻ തോക്കുമോ തോക്കില്ലയോ നോക്കാം കേട്ടോ ഗൈസ്. എത്രാമത്തെ റൗണ്ടിലാണ്? ടോപ്പ് 3 വരുമോയെന്ന് ഡൗട്ട് ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ടോപ്പ് 3 വരുമോ അവൻ? അപ്പോൾ ഇതിപ്പോൾ ഒരാൾ ഇപ്പോൾ അവൻ ടോപ്പ് 3 എത്തിയിരിക്കുകയാണ് കേട്ടോ ഗൈസ്. ഇതാ വേറൊരാളും കൂടി പോയി. അപ്പോൾ ഗൈസ് ഇപ്പോൾ ടോപ്പ് 2 എത്തിയിരിക്കുകയാണ് കേട്ടോ ഗൈസ്. ഇപ്പം 2 പേര് മാത്രമേ ഉള്ളൂ. റൗണ്ട് കഴിഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞു എനിക്കും വേണ്ട എന്നൊക്കെ. ഇനി അടുത്ത് ഇവർ 2 പേരും കൂടി ഉള്ളൂ കേട്ടോ ഗൈസ്. വെരി ഇൻട്രസ്റ്റിംഗ് മത്സരം ഗൈസ്, എവരി വൺ. അപ്പോൾ ഇനിയിപ്പോൾ ഇവർ 2 പേരും പിന്നെ ഒരു ചെറിയ കുട്ടിയും കൂടി വന്നിട്ടുണ്ട്. മറ്റേ ആളും കൂടി പിന്മാറാൻ നിന്നാണ്. പിന്നെ അവർ പറഞ്ഞു ശരി ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ആക്കിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനിയിപ്പോൾ ഇതാ ഡാൻസ് തുടങ്ങി. അർസൻ്റെ അപ്പുറത്തുള്ളതൊക്കെ ഭയങ്കര കളിയായിരുന്നു കേട്ടോ ഗൈസ്. മറ്റേ അപ്പുറത്തുള്ളതൊക്കെ വേണോ കളിക്കണോ എന്നാൽ ശരി കളിച്ചേക്കാം, എന്തായാലും കളിച്ചു നോക്കാം, ജയിക്കട്ടെ എന്നൊക്കെ ഉള്ളൊരു ഇതിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ആളും ഇതാ കളിച്ചുകൊണ്ടിരിക്കട്ടെ കേട്ടോ. അർസാൻ ഇതിൽ തോക്കുന്ന ഒരു വലിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്, നല്ലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഗൈസ്. അവനെപ്പോഴും കളിക്കണം എന്നുള്ളൊരു ഇതിലാണ് കേട്ടോ ഗൈസ്. അതിൻ്റെ പേര് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. അവൻ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഇപ്പോൾ ഊട്ടിയിലാണല്ലോ, കുറേ പേര് തമിഴാണ് ഗൈസ്, തമിഴ്നാട് ആണല്ലോ. ഇപ്പോൾ കുറേ പേര് തമിഴാണ്. ഇതപ്പോൾ അർജു നിന്നു. ആ കുട്ടി അപ്പം തന്നെ ഔട്ടായിട്ട്, ആ കുട്ടിക്ക് എന്താ കളിയെന്ന് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ആ കുട്ടി ഇടയിൽ വെച്ച് വന്ന് ഇടയിൽ വെച്ച് പോയി. ഇത് അർജു, ഇതിൽ അർജു തോറ്റ അർജു സെക്കൻഡ് ആവും. അർജു ഒന്നും ചെയ്യുന്നില്ല, അർജു സംസാരിക്കുന്നില്ല ഗൈസ്. അർജു ഇപ്പോൾ ടോപ്പ് 2 എത്തിയിരിക്കുകയാണ് കേട്ടോ. ടോപ്പ് 1 എത്താൻ ഒരു സാധ്യതയും ഇല്ല ഗൈസ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗൈസ്? ഇതിപ്പോൾ ഞാൻ എല്ലാം അറിഞ്ഞുകൊണ്ട് കേട്ടോ സംസാരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഓവർ ആക്കണത് ഗൈസ്. ഗൈസ് 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 അർജു അർജു അവനതും എങ്ങനെയൊക്കെയോ ഡിഫെൻഡ് ചെയ്തിട്ട് അവൻ നോക്കുന്നുണ്ട് മാക്സിമം. ഞങ്ങളൊക്കെ അണകിലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതാണ് അവന് പെട്ടെന്ന് മാറിയത്. ഇതിലവൻ ഔട്ടായ അർജു ആണ് കേട്ടോ ഗൈസ് വിന്നർ. അത് സെറ്റായിരിക്കും ഗൈസ്. അർജു അത് ഇത്രയും ചെറിയ കുട്ടി, ഞാനൊക്കെ ഫസ്റ്റേ ഔട്ടായി. അപമാനമുണ്ട് ഗൈസ് അത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ. അർജു ജയിച്ചാല ശരിക്കും പറഞ്ഞാൽ അവനും ചിരിച്ചു ഗൈസ്. ഞാനും അങ്ങനെ ചിരിച്ചിട്ട് തന്നെയാണ് എന്നെ ഔട്ടാക്കിയത്. ചിലപ്പോൾ സെക്കൻഡൊക്കെ ഫസ്റ്റിനെ വലിയവരെ ഔട്ടാക്കുമെന്ന് തോന്നുന്നു ഗൈസ്, അതുകൊണ്ട് ഫസ്റ്റിനെ എന്നെ ഔട്ട്. അവനും പോയി. അർജു ജയിച്ചു. എന്നിട്ട് ആള് പറഞ്ഞു നീ ജയിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോഴാണ് അർജു ഗൈസ്. ഇതാണ് ശരിക്കും ഫസ്റ്റത്തെ പാർട്ട് കേട്ടോ. ആകെ മാറിപ്പോയി ഗൈസ്. ഇത്രയും പേര് ഫസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് റിപ്പീറ്റേഷൻ ക്ലിപ്പാണ് കേട്ടോ. അത് ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ ഗൈസ്. ഇതിപ്പോൾ ഫസ്റ്റ് ഇത്രയും പേരുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. 2 പേര് അതിന് ശേഷം പോയതാണ് കേട്ടോ ഗൈസ്. ഇതാണ് ശരിക്കത്തെ ഫസ്റ്റ് റൗണ്ട്. നമ്മൾ നേരത്തെ തുടങ്ങിയൊക്കെ സെക്കൻഡ് റൗണ്ടാണ് കേട്ടോ ഗൈസ്. ഇതിൽ എന്താണ് ആരും ഫസ്റ്റ് റൗണ്ടിൽ ഔട്ടായില്ല, ആ ചെറിയ കുട്ടി ഒഴിച്ചിട്ട്. 2 പേര് ഔട്ടായി, 3 പേര് ഔട്ടായി. അവൻ പിടിച്ചു നിന്ന്. അപ്പം ഇതിൻ്റെ സോറി ഗൈസ്, അത് ശരിക്കും ഞാൻ വിചാരിച്ചല്ല അങ്ങനെ ഇതൊന്ന്. അവൻ ചിരിച്ച്. ഞാനിത് ഫസ്റ്റ് റൗണ്ടിൽ ആരും തോറ്റിട്ടില്ല കേട്ടോ. ശരിക്കും ഞാൻ അവിടെ നിന്ന് തുടങ്ങി സെക്കൻഡ് റൗണ്ട് മൂലമാണ് കേട്ടോ. അതുകൊണ്ടാണ് ആ ഒരു ചെറിയ പ്രശ്നം വന്നത് ഗൈസ്. അവരൊക്കെ ഔട്ടായി. ഇതാണ് അവസാനത്തെ ക്ലിപ്പ് കേട്ടോ. ഇത് അവൻ്റെ അടുത്ത് പറയണം നീ എങ്ങനെ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് 2 പേർക്കും ഡയറി മിൽക്ക് കൊടുക്കുന്നുണ്ട്. അർജു ഫസ്റ്റ്. അതാണ് ഞാൻ ലാസ്റ്റ് തന്നെ അർജു ജയിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നങ്ങോട്ട് ചോദിച്ചിട്ട് അർജുക്ക് ഭയങ്കര സന്തോഷമായി. ഒരു 10 രൂപേൻ്റെ ഡയറി മിൽക്ക് കൊടുത്തു.
സോ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഗായ്സ്. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക. അപ്പോൾ പുതിയൊരു നമ്മുടെ ഊട്ടി പാർട്ട് 3 കാണാവുന്നതാണ്. അപ്പോൾ ഗായ്സ് എല്ലാവർക്കും ബൈ.